എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മാതാപിതാക്കൾ മരണപ്പെട്ടതും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന സ്നേഹപൂർവ്വം പദ്ധതിയിലേക്ക് നിലവിൽ അപേക്ഷിക്കാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇരുവരും മരണമടഞ്ഞതും നിർധനരായവരുമായ കുടുംബങ്ങളിലെ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദം അല്ലെങ്കിൽ പ്രൊഫഷണൽ ബിരുദം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന സ്നേഹപൂർവ്വം പദ്ധതിയിൽ അപേക്ഷ ക്ഷണിച്ചു. സ്നേഹപൂർവ്വം പദ്ധതി പ്രകാരം 2024-25 അധ്യയന വർഷത്തെ അപേക്ഷകൾ വിദ്യാർത്ഥി പഠിക്കുന്ന സ്ഥാപന മേധാവി മുഖേന ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം ലഭിക്കുന്നതിന് നിലവിലുള്ള ഗുണഭോക്താക്കളും പുതിയ അപേക്ഷകരും അവർ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപന മേധാവി മുഖേന അപേക്ഷകൾ ഓൺലൈനായി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സ്ഥാപന മേധാവികൾ മുഖേനയല്ലാതെ നേരിട്ട് അയക്കുന്ന അപേക്ഷകൾ യാതൊരു കാരണവശാലും ആനുകൂല്യത്തിന് വേണ്ടി പരിഗണിക്കുന്നതല്ല. പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. സമൂഹത്തിലെ അനാഥരായ കുട്ടികളെ തിരിച്ചറിയുക, ഏറ്റവും ആവശ്യമുള്ള കുട്ടികളെ വിലയിരുത്തി മുൻഗണന നൽകുക, അനാഥരെ സംരക്ഷിക്കുന്നതിനും ഉൾക്കൊള്ളുന്നതിനുമായി പരമ്പരാഗത കുടുംബ സമൂഹ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലൂടെ വളരെ ദുർബലരായ അനാഥ വിഭാഗങ്ങളിൽപ്പെട്ട സാമൂഹിക സംരക്ഷണം നൽകുക, സമൂഹത്തിലെ മറ്റു കുട്ടികളുടെ നിലവാരത്തിലേക്ക് ഏറ്റവും ദുർബലരായ അനാഥ വിഭാഗങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക, അവരുടെ വിദ്യാഭ്യാസം, സാമൂഹിക സംയോജനം, പോഷക ആഹാരം എന്നിവ മെച്ചപ്പെടുത്തുക, കുട്ടികളെ അനാഥാലയങ്ങളിലേക്ക് അയക്കുന്നതിനു പകരം കുടുംബ സംവിധാനത്തിനുള്ളിൽ ജീവിക്കാൻ കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം നൽകുന്നതിലൂടെ ഈ അനാഥ കുടുംബങ്ങൾക്ക് ഒരു സഹായം നീട്ടുക. പ്രധാനമായിട്ടും ഇതിൻ്റെ യോഗ്യതാ മാനദണ്ഡങ്ങൾ നോക്കുമ്പോൾ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ രണ്ടുപേരും നഷ്ടപ്പെട്ട കുട്ടികൾ, 1-ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, BPL വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ, APL വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ, ഗ്രാമപ്രദേശങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ഗ്രാമപഞ്ചായത്ത് വാർഷിക വരുമാനം 20,000 രൂപയിൽ താഴെയും, നഗരപ്രദേശങ്ങളിൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ഇവിടങ്ങളിൽ 22,375 രൂപയിൽ താഴെയും ആയിരിക്കേണ്ടതാണ്. സഹായ തുക 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും 1 മുതൽ 5 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കും 300 രൂപ വരെയാണ് മാസം ലഭിക്കുക. 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് 500 രൂപയാണ് മാസം ലഭിക്കുക. 11-ാം ക്ലാസ്സിനും 12-ാം ക്ലാസ്സിനും പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ 750 രൂപ മാസം ലഭിക്കുന്നതാണ്. ഡിഗ്രി കോഴ്സുകൾക്കാണെങ്കിൽ അതുപോലെ പ്രൊഫഷണൽ ബിരുദത്തിനാണെങ്കിൽ 1000 രൂപ മാസം ലഭിക്കുന്നതാണ്. അപേക്ഷിക്കേണ്ടത് ആവശ്യമായ രേഖകൾ സഹിതമുള്ള അപേക്ഷ സർക്കാർ സ്ഥാപനങ്ങളുടെ എയ്ഡഡ് സ്കൂളുകളായാലും സ്കൂൾ അല്ലെങ്കിൽ കോളേജ് മുഖേന മേധാവികൾക്ക് സമർപ്പിക്കേണ്ടതാണ്. സ്ഥാപന മേധാവി അപേക്ഷ പരിശോധിച്ച് ഓൺലൈൻ പോർട്ടൽ വഴി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർക്ക് സമർപ്പിക്കേണ്ടതാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അതത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾ വഴി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർക്ക് നേരിട്ട് സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അർഹരായ വിദ്യാർത്ഥികൾ അയക്കാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങൾ മറ്റു ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാൻ ശ്രമിക്കുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള വീഡിയോസും മറ്റു വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.